സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനേഴാമതിലേക്ക് സ്വാഗതം. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. യെശയ്യാവ് 40:28 വാക്യം. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഴുതി, ബലഹീനായിരിക്കുന്നപ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. 2 കൊരിന്ത്യർ 12:10 വാക്യം. ആത്മീയ ശക്തികളെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നവൻ അറിയാമായിരുന്നു. പ്രവാചകനായ യെശയ്യാവ് പ്രഖ്യാപിച്ചതുപോലെ അവൻ ക്ഷീണിച്ചിരിക്കുന്നത് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിക്കുന്നു. യെശയ്യാവ് 40:29 വാക്യം. അതൊരു ശക്തിയിലേക്കുള്ള വഴി എന്തായിരുന്നു? യേശുവിൽ വസിക്കുക എന്നതാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 5:5 വാക്യം. യേശുക്രിസ്തുവിൻ്റെ ശക്തിയില്ലാതെ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യന് ഒരു ദിവസം പോലും കടന്നു പോകാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? അത് കണ്ടെത്തുന്നതിന് ശക്തവും നിലനിർത്തുന്നതുമായ സഹായത്തിനായ ദൈവത്തോട് അപേക്ഷയുണ്ട്. നമ്മൾ സ്വന്തം മിഥ്യാശക്തികളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കണം. നിങ്ങളുടെ ശക്തിക്ക് പകരം ദൈവത്തിൻ്റെ ശക്തിയെ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ എന്തായിരിക്കും ഫലം? യേശുവിൽ വസിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ശക്തി നൽകുന്നു? പ്രാർത്ഥിക്കാൻ. സുരക്ഷിതനായ ദൈവമേ, എൻ്റെ ജീവിതഭാരങ്ങൾ ഭാരമേറിയതും കഠിനവുമായി തോന്നുന്നു. എന്നാൽ അങ്ങയിൽ വസിക്കുന്ന മുമ്പ് പോകാനും തുടരുവാനും അതിജീവിക്കാനുള്ള അമാനുഷിക ശക്തി എനിക്ക് നൽകുന്നു. അങ്ങേക്ക് നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.